പടപ്പ് പൊറുത്തില്ലെങ്കിൽ പടച്ചോൻ പൊറുക്കൂല. ആ രൂപത്തിൽ നമ്മൾ മനുഷ്യനെ ഉപദ്രവിക്കുക അല്ലേ? മരിച്ചാലും മറക്കാത്ത പൊറുക്കാത്ത എന്നൊക്കെ പറയില്ലേ, കേട്ടിട്ടില്ലേ? മരിച്ചു മയ്യത്ത് പള്ളീന്റെ മുമ്പിൽ കൊണ്ടുവെക്കും. എന്നിട്ട് ഒരാൾ പറയും, ഇമാമോ ആരോ ബന്ധുവോ ഒക്കെ പറയും, ഇയാൾ എല്ലാവരും പുറത്തു കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം, അല്ലാഹ് പുറത്തു കൊടുക്കട്ടെ അല്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും മനുഷ്യന്മാർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ബന്ധത്തിലോ ഇടപാടിലോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളത് വിട്ടുവീഴ്ച ചെയ്യണം, നമ്മളൊക്കെ ഇതുപോലെ കിടക്കുന്നൊക്കെ പറയും. വളരെ വൈകാരികമായ അവസ്ഥയാണ്. ഒരു വിധപ്പെട്ടവരൊക്കെ പുറത്തു കൊടുക്കും. എന്നാൽ വളരെ വേദനയുള്ള ഒരു അവസ്ഥയാണെങ്കിലോ, ഒരു വലിയ മനുഷ്യൻ മരിച്ചു. രണ്ടാമത്തെ അനുഭവം, വലിയ മനുഷ്യൻ മരിച്ചിട്ട് അയാളുടെ ജനാസ മറവ് ചെയ്ത് ഈ പറഞ്ഞതുപോലൊക്കെ ഒക്കെ മറവ് ചെയ്തു. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വേറൊരാളെ അയാളുമായിട്ട് ബന്ധവും പരിചയവും ഉണ്ടായിരുന്ന ഒരാളെ ഞാൻ പിന്നെ സന്ദർശിച്ചപ്പോ അതുമായി മരിച്ചയാളുമായിട്ടൊക്കെ സാന്ദർഭികമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞപ്പോ അദ്ദേഹം എന്നോട് പറയണേ, ആ മനുഷ്യനില്ലേ, ഞാൻ അയാൾക്ക് മയ്യത്തൊക്കെ നമസ്കരിച്ചു, പക്ഷെ ഞാൻ അയാൾക്ക് പുറത്തു കൊടുക്കില്ല, കാരണം അയാൾ എന്നെ അത്ര ഉപദ്രവിച്ചിട്ടുണ്ട്. പിന്നെ അയാളോട് പറയേണ്ട വർത്താനം ഞാൻ വേറെ പറഞ്ഞു. പക്ഷെ നോക്കൂ, മരിച്ചിട്ട് മയ്യത്ത് മറവ് ചെയ്യുന്നതിന് മുമ്പ് നമസ്കരിക്കാൻ വേണ്ടി നിന്ന മനുഷ്യൻ അവിടുത്തെ അത്രയും വൈകാരികമായ വർത്താനങ്ങളൊക്കെ കേട്ടിട്ടും പിന്നെയും ഞാൻ അയാൾക്ക് പുറത്തു കൊടുക്കൂല. മരിച്ചാലും മറക്കാത്ത, മരിച്ചാലും പൊറുക്കാത്ത വേദനയും പ്രയാസങ്ങളും മനുഷ്യന്മാർക്ക് ഉണ്ടാക്കാം ജീവിതത്തിലെ. അങ്ങനെയുള്ള ഒരവസ്ഥ, അങ്ങനെ ഒരവസ്ഥ ഉണ്ടെങ്കിൽ ആരാധനകൾ പാഴാണ്, ആത്മീയത പാഴാണ്, ഈ പറഞ്ഞ തഖ്വയും കാട്ടിക്കൂട്ടലുകളും ഒക്കെ പാഴാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചവനോടുള്ള കടമകൾ നിങ്ങൾ നിർവഹിക്കണമെന്ന് പറയുമ്പോൾ പടപ്പുകളോട് വഖൂലു ലിന്നാസി ഹുസ്ന, നിങ്ങൾക്ക് ഒരു ഉപകാരവും മനുഷ്യന് ചെയ്യാൻ പറ്റില്ലെങ്കിൽ മാന്യമായിട്ട് സംസാരിച്ചിട്ട്, കണ്ട് പുഞ്ചിരിച്ച്, കടിച്ച് സലാം പറഞ്ഞിട്ട്, ഒരു ഉപദ്രവം വരുത്താതെ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുകയാണെങ്കിൽ അതാ. ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കാന്നറിയോ? പ്രസിദ്ധമായ ഒരു ഹദീസ് കേട്ടിട്ടില്ലേ? അതുകൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കാം. പ്രസിദ്ധമായ ഹദീസിലെ പരലോകത്ത് ചില ആളുകൾ വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുക, അതദ്റൂന മൽ മുഫ്ലിസ്, മുഫ്ലിസ് ആരാന്നാ നിങ്ങൾക്ക് അറിയോന്ന്? കേട്ടിട്ടുണ്ടല്ലോ, കുറെ വട്ടം കേട്ടിട്ടുണ്ടോ? മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ അറിയോ? നമ്മളെ ഭാഷയിൽ പറഞ്ഞ തൊലഞ്ഞവൻ, പാപ്പരായവൻ. പാപ്പരായി തൊലഞ്ഞു പോയവൻ ആരാണെന്ന് അറിയോ എന്ന് ചോദിച്ചപ്പോ അവര് പല ഉത്തരം പറഞ്ഞു. പൈസ ഇല്ലാത്തവൻ അങ്ങനെ അങ്ങനെ. അതൊന്നുമല്ല. എന്താണെന്നറിയോ? ഇന്നൽ മുഫ്ലിസ മിൻ ഉമ്മത്തി മൻ യഅതി യൗമൽ ഖിയാമത്തി ബിസ്വലാത്തിൻ വസിയാമി. എന്റെ ഉമ്മത്തില് മുഫ്ലിസ്, ഈ തൊലഞ്ഞവൻ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? അന്ത്യനാളിൽ അവൻ നമസ്കാരവും നോമ്പുക്കായിട്ട് വരും. നമസ്കാരം കൃത്യമായി ജമാഅത്തായിട്ട് നമസ്കരിച്ചു, റവാത്തിബും സുന്നത്തൊക്കെ നമസ്കരിച്ചു, രാത്രി നമസ്കരിച്ചു, നോമ്പെടുത്തു, ഫർള് സുന്നത്ത് ഇതൊക്കെ ആയിട്ട് വരും. സക്കാത്തുണ്ട്, സക്കാത്തും കൊടുക്കും, അതൊക്കെ ആയിട്ട് വരും. പക്ഷെ അങ്ങനെ വന്ന് നിൽക്കുമ്പോഴാണ് അപ്പോൾ ആളുകൾ വരും, وقد شتم هذا وقذف هذا واكل مال هذا وسفك دم هذا وضرب هذا. അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ വരിക. അപ്പൊ ഇങ്ങനെ നിൽക്കുമ്പോൾ വിചാരണ നേരത്തോ ഒരാൾ വന്നിട്ട് പറയും, ഇതേ ഇയാളില്ലേ, ഇയാൾ എന്നെ ചീത്ത വിളിച്ചിട്ടുണ്ടെന്ന്. ഇയാൾ എന്നെ ചീത്ത വിളിച്ചു, മാനം കെടുത്തി. ചീത്ത വിളിക്കാൻ മാനം കെടുത്തല്ലേ? മനുഷ്യന്റെ അഭിമാനം.